അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. വിച്ച് നമ്പർ ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4? 4 കൊണ്ട് ഇതിലേത് നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. നോക്കുക, 362 ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കുക. ഈ ലാസ്റ്റ് 2 ഡിജിറ്റ്സിന് 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതല്ല. 274 74 ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാലും മതി. 74 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നോക്കുക, 48 ഇതിനെ 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ 102 ഈ 0.2 എടുത്താലും മതി. അല്ല, 102 കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ 448. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് നമ്പർ ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3? ഈ 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ കൂട്ടിയാൽ മതി. 8 4 12 2 14. ഈ 14 3ൻ്റെ ടേബിളിൽ വരത്തില്ല. 8 3 11 6 17 3ൻ്റെ ടേബിളിൽ വരത്തില്ല. 6 4 10 2 12 3ൻ്റെ ടേബിളിൽ വരും. 7 5 12 5 17 3ൻ്റെ ടേബിളിൽ വരത്തില്ല. അതായത് ഈ 12 മാത്രമേ 3ൻ്റെ ടേബിളിൽ വരുന്നുള്ളൂ. അതായത് 642 നമ്മുടെ ആൻസർ. അങ്ങനെയെങ്കിൽ വിച്ച് നമ്പർ ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2? ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കേ.